കലൂർ സ്റ്റേഡിയം നവീകരണത്തിലെ കരാറിൽ ഒളിച്ചുകളി തുടർന്ന GCDA. കരാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഒഴിഞ്ഞുമാറി. വാർത്താക്കുറിപ്പിനപ്പുറം ഒന്നും പറയാനില്ല എന്നാണ് ചന്ദ്രൻപിള്ളയുടെ നിലപാട്. ആസ് ഈസ് വെയർ ഈസ് കരാർ വ്യവസ്ഥയിൽ ദുരൂഹത തുടരുകയാണ്. രേഖാമൂലമുള്ള കരാറില്ലാതെ സ്വകാര്യ കമ്പനിക്ക് സ്റ്റേഡിയം കൈമാറിയെന്ന ആരോപണത്തിനും മറുപടിയില്ല. ഞാൻ വളരെ വിശദമായ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കരാറുണ്ടാക്കേണ്ട ധാരണ മാത്രമേ ആയിട്ടുള്ളൂ. കരാർ എപ്പോഴും ഇല്ലാണ്ട് ഇത്രയും പണികളൊക്കെ ഒരാളെ ഏൽപ്പിക്കാൻ 30-ാം തീയതി വരെ ഒരു സമയം കമ്മ്യൂണിക്കേറ്റകത്ത് എല്ലാം ഉണ്ട്. അതിൽ ഈ കാര്യങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. അതിൽ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ ഇപ്പൊ പറയാനുള്ളൂ. ആ കഥ തുറക്കുന്നേ. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഈ കരാറിൽ ഒട്ടും വ്യക്തതയില്ലാത്തൊരു സാഹചര്യമാണ്. ഇപ്പോഴും ആ അവിവ്യക്തത തുടരുകയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ GCDA ചെയർമാൻ ഒഴിഞ്ഞു മാറുന്ന സമീപനം, മന്ത്രി ഒഴിഞ്ഞു മാറുന്നു. അടിമുടി ദുരൂഹതയാണ് ഈ സ്പോൺസർക്ക് ഈ സ്റ്റേഡിയം നൽകിയതുമായി ബന്ധപ്പെട്ട്. അതിനിടയിൽ ആസ് ഈസ് വെയർ ഈസ് കരാർ, എന്താണ് ശരിക്കും ആസ് ഈസ് വെയർ കരാർ എന്ന് പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്ന് പറയാം. അജി, എന്തായാലും GCDA ചെയർമാന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുവരെ പ്രതികരണം ഉണ്ടായില്ല. ഈ പത്രക്കുറിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ പത്രക്കുറിപ്പിൽ പ്രധാനമായി പറയുന്നത് 17/2/2024 അർജന്റീനയെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരത്തിനായി ക്ഷണിച്ചിരുന്നു. അതിന് ഉള്ള അനുമതി, ആ മത്സരം സംഘടിപ്പിക്കാനുള്ള അനുമതി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നൽകി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഒരുക്കാൻ ആണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണവും ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് കായിക പ്രേമികൾക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഒരു സൗകര്യം, ഒപ്പം തന്നെ ടൂറിസം, വ്യാപാര, വാണിജ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 15/9/2025 GCDA ചെയർമാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നു. ഇതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉണ്ട്. ഈ സ്റ്റേഡിയത്തിൽ 50,000-ലധികം കാണികളെ ഉൾക്കൊള്ളാനാകും. ഒപ്പം തന്നെ നിരവധി മത്സരങ്ങൾ, അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. FIFA Under-17 മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇതിനോടനുബന്ധമായി 10/9/2025 ഈ സ്റ്റേഡിയം സജ്ജമാക്കണമെന്നും GCDAയുടെ സഹകരണം ഉണ്ടാകണമെന്നും കാണിച്ച് കായിക വകുപ്പ് മന്ത്രിയുടെ ഒരു കത്ത് തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പിന്നീടാണ് 25/9/2025 ഇതുമായി ബന്ധപ്പെട്ട് GCDA ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു. ഈ യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തെന്നും ഇത് സ്റ്റേഡിയം വിട്ടു നൽകാൻ തീരുമാനം ആയി എന്നുള്ളതുമാണ് ഈ പത്രക്കുറിപ്പിൽ പ്രധാനമായും പറയുന്നത്. എന്തായാലും